കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പേരാമ്പ്ര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കോഴിക്കോട് DCCയുടെ തീരുമാനം. പേരാമ്പ്രയിൽ ഉണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. ഈ വരുന്ന 14-ന് പേരാമ്പ്രയിൽ പൊതുയോഗം സംഘടിപ്പിക്കും. വിവരങ്ങളുമായി വർഷ ചേരുകയാണ്. വർഷ, പേരാമ്പ്രയിലെ സംഘർഷം LDF-ഉം UDF-ഉം വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട്. അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ഒറ്റ കാര്യം, ഷാഫിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മായ, ഷാഫി പറമ്പിൽ MP-യുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തെ സന്ദർശിച്ച നേതാക്കളും അതേപോലെ മെഡിക്കൽ ബുള്ളറ്റിനും അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. എങ്കിലും കോൺഗ്രസിന്റെ ആ ഒരു പ്രതിഷേധം അവസാനിക്കുന്നില്ല. കാരണം അത്ര വലിയൊരു ഗുരുതരമായ പരിക്കാണ് ഷാഫി പറമ്പിലിന് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോഴിക്കോട് DCC അറിയിക്കുന്നത്. പ്രാദേശിക തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും DCC അറിയിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ സർക്കാരിനെതിരെ സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പ്രതിഷേധം അതിനെ മറച്ചു വെക്കാനുള്ളൊരു ഭാഗമായി മാറുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ പറയുന്നത്. അപ്പോഴും ഈ പ്രശ്നത്തിൽ നിന്നും പിന്നോട്ട് പോകാനില്ല എന്നുള്ളതാണ് DCCയുടെ തീരുമാനം. കാരണം വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് DCC പറയുന്നത്. അതേസമയം LDF ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഷാഫി പറമ്പിൽ MP ആണ് ഈ ഒരു ആക്രമണം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആക്രമണത്തിന് കാരണം ഷാഫി പറമ്പിൽ MP ആണ് എന്നുള്ളതാണ് LDF പറയുന്നത്. കഴിഞ്ഞ ദിവസം LDF നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാഫി പറമ്പിൽ MP പേരാമ്പ്ര DYFI അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവർക്ക് അനുവദിച്ച സ്ഥലത്തേക്കാൾ കൂടുതൽ സ്ഥലം പ്രകടനത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഷാഫി പറമ്പിൽ MP പോലീസുകാരെ സമീപിച്ചത്. ശേഷം ആക്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് DYFIയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് പൊട്ടിയത് എന്നുള്ള കാര്യമാണ് ഇന്നലെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ MP ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. വളരെ മോശം കാര്യമാണ് എന്നുള്ളതാണ് LDF മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അപ്പോഴും ഇത് LDF-ന്റെ തന്ത്രം അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഫലമാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത് എന്നുള്ള നിലപാടിൽ തന്നെ ഈ വരുന്ന 14-ന് പേരാമ്പ്രയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ LDF എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ നടന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ ഇലക്ഷൻ കാലമൊക്കെയാണ്, അപ്പോൾ അത്തരം കാര്യങ്ങൾ വാദങ്ങൾ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് LDF ഉദ്ദേശിക്കുന്നത്? മായ, LDF ഇന്നലെ കഴിഞ്ഞ ദിവസം LDF പ്രവർത്തകർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങൾ സമാധാനപരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിലും തങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോയത്. UDF ആണ് അവിടെ പ്രതിഷേധം ഉണ്ടാക്കിയതെന്നുള്ള കാര്യമാണ് LDF നേതാക്കൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ച ശേഷം അവിടെ പേരാമ്പ്രയിൽ പൊതുയോഗം നടത്താനാണ് LDF-ന്റെ തീരുമാനം. തികച്ചും സമാധാനപരമായിരിക്കും എന്നുള്ള കാര്യമാണ് ഇന്നലെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ് അറിയിച്ചത്. സ്ഥിതി ശാന്തമാക്കുക എന്നുള്ളതാണ് ഈ പൊതുയോഗത്തിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് എന്തായാലും LDF നേതാക്കൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺഗ്രസിന്റെ പ്രതിഷേധം താൽക്കാലികമായെങ്കിലും കെട്ടടങ്ങുന്ന സാഹചര്യത്തിൽ ഇവർ പൊതുയോഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങൾ യാതൊരുവിധ പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ പ്രകടനങ്ങൾക്കോ ഇല്ല, യോഗമാണ് നടത്തുന്നത് എന്നുള്ള കാര്യമാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ശരി.